അഷ്റഫ് എന്നാണ്, കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ഉസ്താദിന്റെ 2 ദിവസം മുമ്പുള്ള മറ്റേ നമ്മളെ ആദർശ സമ്മേളനം അത് ഞാൻ കണ്ടിരുന്നു മുഴുവനും. 4 ദിവസം മുമ്പ് നടന്നില്ലേ നമ്മുടെ ആദർശം അമാനത്താണെന്ന് പറഞ്ഞിട്ട് അഷ്റഫ് കാവുമ്പടിയൊക്കെ സംസാരിച്ച അവസാനം ലാസ്റ്റ് അതിന് തൊട്ടും ഉസ്താദ് സംസാരിച്ചേ. മാഷാ അല്ലാ, ഉസ്താദ് സൂപ്പർ ആയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പുതിയൊരു ആയത്ത് കൂടി ഗവേഷണം ചെയ്തിട്ട് അത് പറഞ്ഞത് ഇതുവരെ ഒരാൾക്കും കണ്ടെത്താൻ പറ്റാത്തൊരു തെളിവ് ഉസ്താദ് പറഞ്ഞു. അതില് അത് ഭയങ്കരമായിട്ടുണ്ട് ഉസ്താദിന്റെ ആ തെളിവ്. അല്ല, സൂറത്തുൽ മുംതഹിനുള്ള ഒരു ആയത്തോതിട്ട് ഉസ്താദ് പറഞ്ഞില്ലേ ഖബറാളികളെ നിരാശപ്പെട്ടതുപോലെ. അത് ഇതുവരെ ഞാൻ ഈ നമ്മളെ സമസ്തയിലെ ഏത് ഉസ്താദുമാരൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ഉസ്താദ് എന്തായാലും ഗവേഷണം ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ നമ്മളെ സമസ്തയിലെ ഉസ്താദുമാർ ഇതുവരെ അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മാഷാ അല്ലാ, എന്തായാലും വഹാബികൾ ഇതിൽ ഭയങ്കര വായടക്കും. കാരണം പരിശുദ്ധ ഖുർആനിലൂടെ ഇത്ര വ്യക്തമായിട്ട് മരിച്ച ആളുകളോട് വിളിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നമ്മൾക്ക് പറയാമെന്ന് പറയുമ്പോൾ അവരത് പാടില്ല എന്ന് പറയുമ്പോൾ വളരെ ദയനീയമല്ല അവരവസ്ഥ അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര വ്യക്തമായിട്ട് പറയുന്നുണ്ട് മരിച്ച ആളുകളെ വിളിക്കണം, നിങ്ങൾ സഹായം ചോദിക്കണം. അത് നിർബന്ധമായില്ല ഉസ്താദ്? അപ്പൊ അങ്ങനെ ആകുമ്പോ അപ്പൊ ഉസ്താദ് ചെറിയൊരു ഒറ്റ പേജ് അല്ല, ഉസ്താദ് പറഞ്ഞ ഒറ്റ പേജിൽ സത്യവിശ്വാസികളെ ലാ തതവല്ലൗ ഖൗമൻ, ആ ഖൗമിനെ പോലെ ആ സമൂഹത്തെ പോലെ നിങ്ങൾ ആവുകരുടെ. ഏതുപോലെ? ഖളിബല്ലാഹു, അള്ളാഹു കോപിച്ച ആളുകളെ പോലെ. ഞാനിപ്പോ നിങ്ങളോട് അർത്ഥം വെക്കാൻ ഞാൻ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അല്ല. ഉസ്താദ് ഒരു മിനിറ്റ് കട്ടാക്കണ്ട. നിങ്ങൾ സുന്നത്തിരുത്തിയത് സുന്നിയെ ഉസ്താദിന്റെ ആയത്ത് ഉസ്താദ് സൂറത്തുൽ മുംതഹിനില് ഒരു ആയത്ത് ഓതിയിട്ടുണ്ടല്ലോ. ആ ആയത്ത് പറഞ്ഞോ. ക്ലാസ് ഓക്കെ, ഇതൊരു ക്ലാസ് തന്നെ. അള്ളാന്റെ ഖുർആന്റെ പേരിൽ പച്ച കളവ് പറഞ്ഞിട്ട് ഇപ്പൊ ക്ലാസ്. എന്ത് ക്ലാസ് നിങ്ങൾ എടുക്കുന്ന ജൂതന്മാരെ പോലെ? ഖബറാളികളിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, സമസ്തയിലുള്ള ഉസ്താദുമാർ എന്ന് അറിയപ്പെടുന്ന ആളുകൾ പലപ്പോഴും പരിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളും മരണപ്പെട്ട ആളുകളോട് സഹായം ചോദിക്കാൻ, അവരോട് അങ്ങോട്ട് ചോദിക്കാനും അവർ ഇങ്ങോട്ടേക്ക് പല കാര്യങ്ങളും ചെയ്തു തരാനും വ്യത്യസ്തമായിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് അവർ ദുർവ്യാഖ്യാനിച്ച ഒരു ആയത്താണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. സൂറത്തുൽ മുംതഹിന 13 ആയത്താണ് അതിലുള്ളത്. ആ 13 ആയത്തിലെ 13ാമത്തെ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ തതവല്ലൗ, നിങ്ങൾ സൗഹൃദം പുലർത്തരുത്, ഖൗമൻ, ഒരു കൂട്ടരോട്, വളിബല്ലാഹു അലൈഹി, അവരുടെ മേൽ അല്ലാഹു കോപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ മരണപ്പെട്ട ആളുകളോട് സഹായം ചോദിക്കാൻ, അവരോട് പ്രാർത്ഥിക്കാൻ ഇവർ തെളിവായിട്ട് ഓതാറുണ്ട്. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് ദുർവ്യാഖ്യാനിച്ച ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ എന്താണ് പറയുന്നുള്ളത് നോക്കൂ. സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ച ആ ആളുകളുമായി നിങ്ങൾ മൈത്രി ബന്ധം പുലർത്താൻ പാടില്ല. ആരാണ് ഇവിടെ കോപിച്ചത്? തഫ്സീറുകളിൽ കാണാൻ പറ്റും ജൂതന്മാരാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, സത്യനിഷേധികളാണ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവര് അള്ളാഹുവിന്റെ കോപത്തിനിരയായത്? പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു, സത്യവും അസത്യവും കൂട്ടിക്കുഴച്ചു, അവർക്ക് വേണ്ടത് പ്രമാണങ്ങളിൽ നിന്ന് സ്വീകരിച്ചു, ആവശ്യമില്ലാതെ തള്ളി. ഈ സമസ്തക്കാർ ചെയ്യുന്ന പോലെ തന്നെ ദുർവ്യാഖ്യാനം നടത്തി അള്ളാഹു അല്ലാത്ത ആളുകളെ ഇബാദത്തെടുത്തു. ഇവര് ഈ മരണപ്പെട്ടു പോയ ഉസൈർ നബി അലൈഹി ഇസ്ലാമിനെ അവര് അള്ളാഹുവിന്റെ മകനായി കണക്കൂട്ടി. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖബറിലുള്ള ആളുകളെ പറ്റി സത്യനിഷികൾ നിരാശരായ പോലെ. ഈ ആയത്താണ്, ഈ വചനാണ് ഇദ്ദേഹം ദുർവ്യാഖ്യാനം നടത്തുന്നത്. ഇവിടെ 2 വിശദീകരണമാണ് പണ്ഡിതന്മാർ കൊടുത്തത്. നമുക്ക് കാണാൻ പറ്റും തഫ്സീറുകളിൽ. ഒന്ന്, മക്കത്തെ മുശ്രിക്കുകൾ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർ വളരെ നിരാശപ്പെടും. അവര് ഇനി തിരിച്ചു വരില്ലല്ലോ, അവര് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള രൂപത്തിൽ. പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകളും ആരിലുണ്ടായിരുന്നു? മക്ക മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു പരലോകത്ത്. ഇതിനെ 2 രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്ന്, അവര് മരണപ്പെട്ട ആളുകളിൽ നിരാശ കൊണ്ടു. വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ഹദീസുകളിൽ നമ്മൾ കാണാൻ പറ്റും. നോക്കൂ, മരണപ്പെട്ട ആളുകൾ മേൽ ഇവരെന്ത് ചെയ്യും? ആർത്തട്ടഹസിച്ച് കരയും. ഇതിനു വേണ്ടി ആളുകളെ വസിയത്ത് ചെയ്യും. ഇവർ നെഞ്ഞത്തടിക്കും, മാറ് പിളർത്തും, വട്ടഹസിച്ച് കരയും. ഇത് ചെയ്യാൻ പാടില്ല. ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ജാഹിലിയത്തിന്റെ സംസ്കാരമാണ്, അത് പാടില്ല എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ഇത്തരം ആളുകളെ കണ്ടാൽ കല്ലെടുത്ത് എറിയുമായിരുന്നു,
വടി കൊണ്ട് അടിക്കുമായിരുന്നു, മണ്ണ് വാരിയിടുമായിരുന്നു അവരിലേക്കൊക്കെ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ പറ്റും. മരണപ്പെട്ട ആളുകളെ കുറിച്ച് നിരാശയാണ്. എന്നാൽ സത്യവിശ്വാസിയാണ് കരളിന്റെ കഷ്ടമായ സ്വന്തം മകൻ നഷ്ടപ്പെട്ടാലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈത്തുൽ ഹംദ് എന്നുള്ള വചനം അവന് വേണ്ടി സ്വർഗത്തിൽ പണിയും, ക്ഷമ കൈക്കൊള്ളണം എന്നൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം. അതേപോലെ തന്നെ മറ്റൊരു വിശദീകരണം ഇവിടെ കൊടുത്ത, ഖബറിലായി കഴിഞ്ഞ സത്യനിഷേധികൾ അവർ നിരാശയിലാണ്. എന്തുകൊണ്ട്? തിരിച്ചു വരാനൊരു അവസരമില്ല. അവർക്ക് സത്യനിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷകൾ അവരെ കണ്ണു മുമ്പിൽ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനവും കൊടുക്കാൻ പറ്റും. അദ്ദേഹം ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്ത ആ ഒരു പദത്തിന് നോക്കൂ, അവിടെ കമാ യൈസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ എന്നാണ് പറയുന്നത്. അവിടെ മിൻ ആണ് കൊടുത്തിട്ടുള്ളത്. മിന്നിന് രണ്ട് എളുപ്പത്തിലുള്ള കൊടുക്കാം. അവരെ സംബന്ധിച്ച്, അഥവാ മരിച്ച ആളെ സംബന്ധിച്ച് ആര് കുഫാറുകൾ നിരാശരായ പോലെ, അവിടെ ജീവനുള്ള മുശ്രിക്കുകൾ നിരാശരായ പോലെ. നേരത്തെ പറഞ്ഞു അവരെന്തൊക്കെ ചെയ്യും, നിരാശപ്പെട്ടിട്ടെന്ന്. ഇനി മറ്റൊരർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറുകളിൽ ആയിക്കഴിഞ്ഞ സത്യനിഷാദികൾ നിരാശരായ പോലെ. കാരണം അവർക്ക് ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു, അവര് നിരാശരായി. ഈ രണ്ടർത്ഥം കൊടുത്താലും അവ്യക്തതയില്ല അവിടെ എന്നാണ് മുഫസ്സിരീങ്ങൾ കൃത്യമായി വിശദീകരിച്ചു തന്നുള്ളത്. ഇതിന്റെ അർത്ഥം മരണപ്പെട്ട ആളുകളോട് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് സഹായം ചോദിക്കാം, ഇങ്ങോട്ടേക്ക് സഹായം അവർ നമുക്ക് തരും എന്നല്ല അവിടെ കിട്ടുക. കാരണം യഹൂദികൾക്ക് പരലോകത്ത് അവർ ചെയ്ത ചെയ്തികൾ കൊണ്ട് ഒരു ഉപകാരം ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അത്തരം ആളുകളുമായിട്ട് നിങ്ങൾ മൈത്രി ബന്ധം പുലർത്താൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നാൽ ശേഷം ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മരിച്ച ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടോ യാതൊരു നിലയിലുള്ള ടച്ചുമില്ല, കണക്ഷനുമില്ല. ഈ കാഴ്ചപ്പാട് മുഅ്മിനീങ്ങളുടേതല്ല, ഇത് അമ്പിയാക്കളുടേതല്ല, ഇത് ഔലിയാക്കളുടേതല്ല, ഇത് സഹാബത്തിന്റെയോ ഇത് ദീനുൽ ഇസ്ലാമിന്റേതോ അല്ല. കൃത്യമായി കേൾക്കണം ഇതെന്താണ് പറഞ്ഞതെന്ന്. ഈ ലോകത്തുള്ള പ്രവാചകന്മാർ വന്നത് മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണം, അവരോട് സഹായം ചോദിക്കണം. അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കണം, ഉസൈർ നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കണം, വദ്ദിനെ, സുവായിനെ, യഹൂഖിനെ, യഹൂസിനെ, നസറിനെ, ലാത്തയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. ഇദ്ദേഹം വാദിക്കാണ് ഖുർആൻ ആയത്തോതിയിട്ട്. ആ വിശ്വാസമാണ് സത്യവിശ്വാസികളുടെ വിശ്വാസം, സ്വഹാബത്തിന്റെ വിശ്വാസം, പ്രവാചകന്മാരുടെ വിശ്വാസം. എന്നാൽ നേരെ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ്? ഇദ്ദേഹം പറയുന്നത് ലാത്തയെ വിളിക്കാൻ പാടില്ല, കാരണം മരിച്ചുപോയി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കാൻ പാടില്ല, മരിച്ചുപോയി. ഉസൈർ നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കാൻ പാടില്ല, ജൂതന്മാർ പറയാണ്. ഇദ്ദേഹത്തിന്റെ വാദം മരിച്ചുപോയി. അതേപോലെ തന്നെ വദ്ദിനെ, യഹൂസിനെ, യഹൂഖിനെ, നസറിനെ ഇതൊന്നും വിളിക്കാൻ പാടില്ല, അവരൊക്കെ മരിച്ചുപോയി എന്ന്. ആര് വാദം? മുശ്രിക്കുകളുടെ വാദം. സത്യവിശ്വാസികളുടെ വാദം ഇതൊക്കെ വിളിക്കണമെന്ന് നേരെ ഉൾട്ട. തൗഹീദിനെതിരായിട്ട് നേരെ ശിർക്ക്, റസൂല് ശിർക്ക് പഠിപ്പിച്ചത്, അവിടെ മക്കത്തെ മുശ്രിക്കുകൾ തൗഹീദ് പഠിപ്പിച്ചത് എന്ന രൂപത്തിലാണ് ഇത് വിശദീകരിക്കുന്നുള്ളത്. അത് മാത്രമല്ല, നോക്കൂ, മക്കത്തെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ട ആളുകളിൽ നിന്ന് പ്രതീക്ഷ വെച്ചിരുന്നു. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയ ആളുകളാണ്. അവർ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അവർക്ക് തന്നെ അറിയില്ല. ആരെയാണ് ഇവർ വിളിക്കുന്നത്? ഇവർ വിളിച്ചതാരെ? ഔലിയാക്കന്മാരെയും പ്രവാചകന്മാരുടെയും രൂപത്തിലാണ് ഇവർ പ്രതിമകൾ ഉണ്ടാക്കിയത്, മഹാന്മാരുടെ രൂപത്തിൽ. അതും സാധാ ആളുകൾ കൂട്ടത്തിലല്ല. അവർ ലാത്തയെ മഹാനായിട്ട് കരുതിയിരുന്നു. എന്താണ് അവർ അദ്ദേഹം ചെയ്ത മഹത്തരം? ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സവീക്ക് ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആ മരണപ്പെട്ട ആളുകളോടാണ് ഇവര് ലക്ഷ്യം വെച്ചത്. എന്നാൽ ഈ ആളുകൾ നോക്കൂ, കേരളത്തിൽ അന്നേ മുശ്രിക്കുകൾ ചെയ്തത് തൗഹീദ്, റസൂല് പഠിപ്പിച്ചത് ഷിർക്ക്. ഇദ്ദേഹം പറയുന്നത് ഇന്ന് നേരെ മക്കത്തെ മുശ്രിക്കുകളെ പണിയെടുക്കുന്ന ഇവർ തൗഹീദ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഇന്നത്തെ സലഫികളെല്ലാം ഷിർക്കിലെന്ന് ഇദ്ദേഹത്തിന്റെ വാദം. ഇദ്ദേഹം ആ രൂപത്തിലാണ് ഖുർആൻ ആയത്തെ കോട്ടി മാറ്റുന്നുള്ളത്. നോക്കൂ, എന്നാൽ മക്ക മുശ്രിക്കുകൾ ഇവരെക്കാളും ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവരുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ മഹാന്മാരുടെ പേരിലും പ്രവാചകന്മാരുടെ പേരിലാണെന്ന് പരിശുദ്ധ ഖുർആനിലും തഫ്സീറുകളിൽ കാണാൻ പറ്റും. ഇന്ന് ഇവരുണ്ടാക്കുന്നതോ ഓച്ചിറ കുപ്പസ്വാമി, മുനമ്പത്തടിഞ്ഞ ചേച്ചി, ഏതെങ്കിലും കടലിൽ ഏതെങ്കിലും അവയവം കിട്ടിയാൽ മതി അവിടെ ജാറ ഉണ്ടാക്കും. കേരളത്തിൽ തന്നെ 6000-ൽ കൂടുതൽ ഖബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചിട്ട് മരണപ്പെട്ടു പോയ ആളുകളോട് വിളിച്ചിട്ട് സഹായം ചോദിക്കാൻ. അതിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള ഖുർആൻ ആയത്തുകളാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ ആളുകൾക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുണ്ട് നിങ്ങളെ പറ്റിച്ചതുകൊണ്ട്. ഇവരുടെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? പരലോകത്ത് നഷ്ടമല്ലാതെ. ഈ രൂപത്തിലാണ് ഇവർ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത്. ഒന്ന് നിങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കൂ. ഇവിടെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പരലോകമാണ് നഷ്ടപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നാം ഓരോരുത്തരും റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.